പുത്തൻ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളുമായി പുതിയൊരു സ്കൂൾ വർഷം കൂടി മിഴി തുറക്കുകയാണ്. ഈ വർഷത്തിൽ സ്കൂളിലുള്ള പരിപാടികൾ കൂടി മികച്ച രീതിയിൽ പങ്കെടുക്കാൻ നാം ഒരുങ്ങേണ്ടതല്ലേ? ആദ്യം വരുന്ന ദിനാചരണം ജൂൺ 5-നാണ്. എല്ലാവർക്കും അറിയുന്നതുപോലെ ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തിനു വേണ്ടി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരു പ്രസംഗം കേട്ടുനോക്കൂ. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. നിർമ്മിത ബുദ്ധിയുടെ പ്രവചനാതീത സാധ്യതകളുടെ ലോകത്ത് ഊറ്റം കൊള്ളുന്ന മനുഷ്യൻ, അക്കരെ പച്ച തേടിയുള്ള അവൻ്റെ കുടിയേറ്റ സ്വപ്നങ്ങൾ ഭൗമസീമകൾ ഭേദിച്ച് ഗ്രഹങ്ങൾക്കപ്പുറം എത്തിച്ചേരാൻ ഇനി അധിക ദൂരമില്ല. മസ്തിഷ്കത്തെ തന്നെ വരുതിയിലാക്കാൻ തക്കവിധം സാങ്കേതിക വിദ്യ അത്ര കണ്ട് വളർന്നിരിക്കുന്നു. സങ്കീർണമെന്നും കാൽപ്പനികമെന്നുമൊക്കെ കരുതിയിരുന്ന പലതും ഇന്ന് യാഥാർത്ഥ്യമായി മുന്നിൽ. പുരോഗതിയുടെ വിജയഘോഷങ്ങൾക്കിടയിലും കേട്ടില്ലെന്ന് നടിക്കാനാവാത്ത ചില മാറ്റൊലികളുണ്ട്. ഈ പ്രയാണത്തിൽ മനുഷ്യൻ്റെ വർദ്ധിച്ച ആവശ്യങ്ങൾക്ക് ബലിമൃഗമായി തീർന്ന പ്രകൃതിയുടെ ഞരക്കങ്ങൾ, ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ദോഷമാകും വിധത്തിൽ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന പ്രവൃത്തികൾ ഏറിയ സാഹചര്യത്തിലാണ് 1973 മുതൽ ജൂൺ 5 ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ജീവവായു പോലും മലിനമാക്കപ്പെട്ട അതിഭീതിതമായ ഒരു സാഹചര്യത്തിൽ ഈ വർഷത്തെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നതാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറകളായ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും കാവുകളും ജലാശയങ്ങളുമെല്ലാം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഭാവി നമുക്കുറപ്പാക്കാനാവൂ. ചെറുതല്ലാത്ത പ്രതിസന്ധികളാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആഗോളതാപനത്തിൻ്റെ ഫലമായുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. മൺസൂൺ മഴയുടെ സ്വഭാവത്തിൽ പോലും സാരമായ മാറ്റങ്ങളാണ് ഇതുമൂലം വന്നിരിക്കുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. ന്യൂനമർദ്ദവും കാലവർഷവും ഇങ്ങ് കേരളത്തിൽ ചൂടിന് അറുതി വരുത്തിയപ്പോഴും ഡൽഹി ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങൾ വെന്തുരുകുന്ന കാഴ്ചയാണ് ഈ 2024 ജൂൺ ആരംഭത്തിലും നാം കണ്ടത്. ഓസോൺ പാളിയിലെ ശോഷണവും പ്ലാസ്റ്റിക് മലിനീകരണവുമെല്ലാം പറഞ്ഞ് വായ്ത്താരിയായതല്ലാതെ ആവശ്യ പരിഹാരങ്ങൾ എടുക്കുന്നതിൽ നമ്മൾ ഇന്നും പിന്നിലാണ്. ഉപഭോഗ സംസ്കാരം മുൻപെന്നത്തേക്കാളും വർദ്ധിക്കുകയും ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ലാഭത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തക്ക സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കുകയും ചെയ്തതോടെ മലിനീകരണവും വിഭവശോഷണവും ക്രമാതീതമായി വർദ്ധിച്ചു. ചരിത്രത്തിലെ തന്നെ ചൂടേറിയ വർഷങ്ങളുടെ മുൻനിരയിലേക്ക് 2024 എത്തുമ്പോൾ ആശങ്കകൾ ഏറുകയാണ്. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോകുമ്പോൾ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങാതെ ജീവിതശൈലിയായി കൂടി മാറട്ടെ. നെല്ലും നെൽപ്പാടവും പുല്ലും പുൽച്ചാടിയും മണ്ണും മണ്ണാത്തിയുമൊക്കെ ജീവന്റെ അഭിവാജ്യതയാണെന്ന തിരിച്ചറിവിലേക്ക് ഒരിക്കൽ കൂടി ഇറങ്ങിച്ചെല്ലാം. വരിഞ്ഞു നിൽക്കുന്ന സാങ്കേതികതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങാൻ, ചുറ്റുപാടുകളെ അറിയാൻ, ആ അറിവിൽ ജീവജാലങ്ങളെ കൊരുത്തു നിർത്തുന്ന പാരസ്പര്യത്തിൻ്റെ പൊരുളിലേക്ക് വളരാൻ ഈ പരിസ്ഥിതി ദിനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നന്ദി. സ്കൂളിലും കോളേജിലുമൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മാതൃകയായി ഉപയോഗിക്കാവുന്ന ഒരു പ്രസംഗമാണിത്. വേണ്ട കൂട്ടിച്ചേർക്കലുകൾ വരുത്തി നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കൂ. വിജയം കൈവരിക്കൂ.